നമസ്കാരം. ടി വിയില് വളരെ പ്രധാനപ്പെട്ട പല ഭാഷയിലും തത്വചിന്താപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയണതും ആണ് കൂടുതൽ കേൾക്കാറ്. ബാല്യം മുതലൊക്കെ അച്ഛൻ ശകാരിച്ചിട്ടുണ്ട് വീട്ടിൽ പേപ്പർ വരുത്തുന്നുണ്ടെങ്കിലും ആഴ്ചപ്പതിപ്പ് വായിച്ചതിന് ശേഷം ഞാൻ പേപ്പർ വായിക്കുള്ളൂ. കാരണം എനിക്കിഷ്ടപ്പെട്ട നോവലും കഥയൊക്കെ അതിലാണ്. അത് ഇപ്പോഴും ഗ്രന്ഥത്തിനാണ് പ്രാധാന്യം. കാരണം അത് കാലാകാലം നിൽക്കുന്നതാണ്. എൻ്റെ വാസനയും അതാണ്. എങ്കിലും ഓരോ വാക്കും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഈയിടെ എന്നെ സ്വാധീനിച്ചൊരു വചനമാണ് തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഇപ്പൊ ഇവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടോ ഇതൊന്നല്ല ശ്രദ്ധിക്കുന്നു. നമ്മുടെ മനസ്സിനകത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഒരു തിരഞ്ഞെടുപ്പ് കേരളത്തിൽ എവിടെയെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടോ എന്നല്ല പറഞ്ഞത്. ഇന്നിപ്പോ ഈ ധന്യമീ ജീവിതം സംസാരിക്കുന്നതിനിടയ്ക്ക് എത്ര തവണ തെരഞ്ഞെടുപ്പ് നടന്നു എന്റെ മനസ്സിനകത്ത് എന്നുള്ളത് ഒരു കടലാസിൽ തികയില്ല. കുളിമുറിയിലേക്ക് നടക്കുമ്പോൾ ഓരോ കാൽനടി വെക്കുമ്പോഴും ഓരോ തിരഞ്ഞെടുപ്പാണ്. വഴിക്ക് വീണു, തിരഞ്ഞെടുപ്പ് തെറ്റി. ആ കാൽ അവിടെ എല്ലാം വെക്കേണ്ടായിരുന്നു. രണ്ടാമത് ഒരു കാര്യം വരുമ്പോ അത് ചെയ്തിട്ട് ഇത് ചെയ്യാം. അവിടെ തെരഞ്ഞെടുപ്പ് വന്നു, പരാജയപ്പെട്ടു. നമ്മൾ പറയാം അതാദ്യം ചെയ്യായിരുന്നു. ഇതല്ലേ സത്യം? ആയിരക്കണക്കിന് തെരഞ്ഞെടുപ്പാണ് നമ്മുടെ അകത്ത് വരുന്നത് ഒരു ദിവസം. ഇതിനേക്കാൾ മാറ്റി എടുത്തിട്ട് ഏതോ തെരഞ്ഞെടുപ്പിന്റെ വർത്താനം പറയുക. അതും ആവാം ഇതും ആവാം, ഏതു വേണം? ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു ശരീരം കിട്ടാൻ വേണ്ടി ആത്മാവ് ഓടി നടന്നു. ഇവിടെ ജനനം എടുക്കണം. ഒരച്ഛനെ തെരഞ്ഞെടുത്തതാരാ? നമ്മള്. അത് കഴിഞ്ഞിട്ട് ഓരോ നിമിഷവും നമുക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ്. അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അത് ചെയ്തിട്ട് ഇത് ചെയ്യാം. ഏതൊരു വ്യക്തിയിലും ആ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും നമുക്ക് പരാജയം സംഭവിക്കുന്നുണ്ട്. 1982 നിങ്ങൾ ഒറീസയിൽ തോറ്റില്ലേ നിങ്ങളുടെ കക്ഷി എന്നൊക്കെ ചോദിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഇതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നവരെ സമ്മതിക്കണം, അവര് ആരാധ്യരാണ്. അവരുടെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പോ അതും ചെയ്യാം ഇതും ചെയ്യാം. ഒരു വീട്ടമ്മ തിരഞ്ഞെടുക്കുന്നില്ലേ? രാവിലെ മീൻ വാങ്ങി, ഇത് വറക്കണോ ഇത് കറി വെക്കണോ? ഒരു തെരഞ്ഞെടുപ്പ് അവിടെ വന്നു. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോ ഏത് നിറമുള്ള സാരി ധരിക്കണം എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പല്ലേ? ആ സാരിക്ക് പകരം മറ്റൊരു സാരി ആണെങ്കിൽ വേറൊരു റിയാക്ഷനാണ് ആരെ കാണാൻ പോകുന്നു അവിടെ കിട്ടുക. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ തെരഞ്ഞെടുപ്പാണ്. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? തെരഞ്ഞെടുപ്പ് ശരിയാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ചില മഹാത്മാക്കൾ രാവിലെ എണീക്കുമ്പോ തന്നെ എണീറ്റ ഉടനെ കണ്ണു തുറന്നു ഭൂമിയിൽ പാദം സ്പർശിക്കുമ്പോ തന്നെ അവര് പ്രാർത്ഥന തുടങ്ങും. അവരുടെ ഉപാസന മുക്കും. അമ്മേ, ഇന്നത്തെ ദിവസം
എന്റെ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ ശരിയാകണേ. തെരഞ്ഞെടുപ്പ് ശരിയാവണ്ടേ? എനിക്കിഷ്ടപ്പെട്ട ദേവാലയത്തിന്റെ അവിടെ പോയി അവിടുത്തെ ചുമരുമ്പല് നെറ്റി മുട്ടിച്ചു നിർത്തുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എന്റെ തെരഞ്ഞെടുപ്പ് ഇപ്പൊ അധികം ആളുണ്ടെങ്കിൽ ചെയ്യില്ല. കാരണം ഞാൻ ഈ നെറ്റി മുട്ടിച്ച് നിന്നിട്ട് വേറെ കുറെ പേര് വന്നിട്ട് പലരും നെറ്റി അവിടെ മുട്ടിക്കണം. നെറ്റി മുട്ടിക്കാച്ചാൽ ഇവിടേക്കാണല്ലോ ഇൻഫർമേഷൻ കിട്ടുന്നത്. ആ ഇൻഫർമേഷൻ ശരിയാവണ്ടേ? കുളിമുറിയിൽ വഴിക്ക് വീണതും വേണ്ടാത്തൊരു വരി അനവസരത്തിൽ പറഞ്ഞതും നമ്മുടെ തെരഞ്ഞെടുപ്പല്ലേ? ഇന്ന് അനവധി ദുഃഖത്തിന്റെയും ഡൈവേഴ്സിന്റെയും ഒക്കെ കാരണം എന്താണ്? തെരഞ്ഞെടുപ്പ് കിട്ടി. അനവസരത്തിൽ ഒരു വാക്ക് പറയണമെങ്കിൽ വേറെ ആളോട് ഒരു വാക്കേ പറയണ്ടോ? കുറെ വാക്കറിയാം. തെരഞ്ഞെടുത്ത വാക്ക് അബദ്ധമായി. എന്തു ചെയ്യാം? ചില കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് കോപം വന്നിരിക്കുകയാണ് എന്ന് നമ്മൾ ആലോചിക്കാറില്ല. ക്ഷോഭിച്ച ഒരാളോട് പറയണേ, എന്താ മുഖം കണ്ടിരിക്കണം, നിങ്ങൾ ക്ഷോഭിച്ചിരിക്കണം. എനിക്ക് ക്ഷോഭമൊന്നുമില്ല, പറഞ്ഞോ, കേൾക്കാം. അപ്പൊ തന്നെ ശബ്ദം ഉയർത്തി പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കേൾക്കില്ല എന്നാണ്. കോപം വരുമ്പോ ഒരു തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുക, ഒരു കാര്യവും തീരുമാനിക്കാതിരിക്കുക. അനുഭവം വെച്ച് പറയാണ്. ക്ഷോഭിച്ച് കത്തെഴുതിയിട്ട് അതേ ക്ഷോഭത്ത് കൊണ്ട് പോസ്റ്റ് ചെയ്യരുത്. വളരെ ബാല്യത്തിലൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നീട് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ പോസ്റ്റ് ചെയ്താൽ മതി. പിറ്റേ ദിവസം രാവിലെയൊക്കെ നമ്മൾ ആ കത്ത് പോസ്റ്റ് ചെയ്യില്ല. ഇത് വേണ്ട കേട്ടോ, ഇത് അബദ്ധമാവും. കനത്ത സന്തോഷം വരുമ്പോഴും ശ്രദ്ധിക്കണം. കനത്ത സന്തോഷം, ഇഷ്ടം പോലെ പൈസ, തുടർന്നെല്ലാം പൊണ്ണി. അപ്പൊ എന്ത് വരും? തെരഞ്ഞെടുപ്പ് തെറ്റും. ആരാ എനിക്കെതിരായിട്ട് പറഞ്ഞത്? എക്സാണ്. അവനെ തട്ട്. 1.25 കോടി ഉറുപ്പ്യ അഡ്വാൻസ്. കാരണം 1.25 കോടി ഉറുപ്പ്യ സംഖ്യയല്ല. അപ്പുറത്തെ എന്തൊക്കെ ഒരു സ്ഥിതി വെച്ചിട്ട് മറ്റാൾക്ക് 1.5 കോടി ഉറുപ്പ്യ കൊടുത്ത് എനിക്കെന്റെ ഡ്യൂട്ടിയാണ്. ഒരു ജന്മം പോവാൻ അത് കാരണമായില്ലേ? കോപം വരുമ്പോ, പ്രതികാരദാഹം വരുമ്പോ, കനത്ത സന്തോഷം വരുമ്പോ പാഞ്ചാലി ഒരു കെട്ടിടം കിട്ടും. ഈ ഭൂമിയിലത്തെ ആ കെട്ടിടത്തെ പറ്റി പറഞ്ഞാൽ തീരില്ല. ബ്രഹ്മാവ് നേരിട്ട് മയൻ എന്ന ശില്പിയോട് പറഞ്ഞിട്ട് പണിത കെട്ടിടം ആദ്യം മുതൽക്ക് വാസ്തു നോക്കി, ഓരോ കല്ല് വെക്കുമ്പോഴും നോക്കി, ഇങ്ങനെയൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കെട്ടിടം. ഇന്ദ്രപ്രസ്ഥം. ശത്രുക്കളൊക്കെ ക്ഷണിക്കുന്നു. നമ്മുടെ വീട് കണ്ടാൽ ആരൊക്കെ അസൂയപ്പെടണം എന്നുള്ള ലിസ്റ്റ് നമ്മുടെ ഉണ്ട്. അസൂയപ്പെടേണ്ടവരൊക്കെ നമ്മൾ വിളിക്കും, ഒക്കെ വിളിച്ചു വരുത്തും. നമ്മളെ സർക്കാർ സ്വീകരിച്ചു, അത് കണ്ടില്ലേ, സ്വീകരണ മൂല്യം കണ്ടില്ലേ, ഇത് കണ്ടില്ലേ എന്നിട്ട് അവര് സ്വകാര്യത്തില് ഇയാൾക്ക് എന്തിനപ്പത്ര വില കൂടിയ വീടും. ഇതിന്റെ ഒന്നും ആവശ്യമില്ലേ? ഈ പരിഹാസമാണ് അവർക്ക്. നമ്മുടെ വിചാരം നമ്മളെ കണ്ടിട്ട് അവര് അത്ഭുതപ്പെടാന്നാ. ദുര്യോധനൊക്കെ വിളിച്ച് അവര് വരുമ്പോ ഒരു പരിഹാസച്ചിരി. അതാ വിശദീകരിക്കുന്നില്ല. ആ പരിഹാസച്ചിരിയാണ്. ആ പരിഹാസച്ചിരിയെ തെരഞ്ഞെടുത്തത് ശരിയായില്ല. തെരഞ്ഞെടുത്തിട്ട് കനത്ത യുദ്ധമുണ്ടായി. മുഴുവൻ വെച്ച് ഇന്ദ്രപ്രസ്ഥമില്ലാതെയായി. മുഴുവൻ തീരാൻ കാണുന്ന തെരഞ്ഞെടുപ്പ്. ദൈവവിശ്വാസികളുണ്ടെങ്കിൽ, ദൈവവിശ്വാസികളല്ലാത്തവരില്ല,
അവര് യുക്തി എന്നൊരു ദേവതയെ അവര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. യുക്തി ദേവത. ആ ഉപാസനാമൂർത്തിയോട് പറയണം, തെരഞ്ഞെടുപ്പ് ശരിയാകണം. ഇന്ന് ഡൈവേഴ്സ് കഴിഞ്ഞ എല്ലാ വിവാഹത്തിനും മുഹൂർത്തം നോക്കിയും ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചു കൊടുത്തവരുണ്ട്. എന്തുകൊണ്ടോ തിരഞ്ഞെടുപ്പ് അബദ്ധമായി. ഓരോ കാലിൻ്റെ അടി, ഇത് കേൾക്കുന്ന വൃദ്ധന്മാര് ഓരോ കാലിൻ്റെ അടി വെക്കുമ്പോഴും ശ്രദ്ധിക്കണം, വഴുക്കലുണ്ട്, തെറ്റുപറ്റാം. ഈ തെരഞ്ഞെടുപ്പ് ശരിയാകണേ. കൂട്ടത്തിൽ കൂടെ എവിടെയെങ്കിലൊക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് അറിയണ്ടാവുന്നു. നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. ജീവിതം പറയുന്നു 1100 എപ്പിസോഡൊക്കെ എന്നോ കഴിഞ്ഞു. 10,000-10,000 പേര് കേൾക്കുന്നുണ്ട്. വിഷയം ഞാൻ തെരഞ്ഞെടുക്കുന്നതാണ്. ആ തെരഞ്ഞെടുപ്പില് വിജയം വരിക്കണേ എന്നൊരു പ്രാർത്ഥന മനസ്സിലുണ്ട്. ഈ പ്രാർത്ഥന എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾ സംവദിക്കുന്നു.